Namaskaram. Welcome back to A Cup of Kavita. This week we are going to the Caribbean, to St. Lucia, to meet the Nobel laureate poet Derek Walcott. നമുക്കൊക്കെ ആവശ്യമുള്ളൊരു സന്ദേശമാണ് ഈ കവിത വഴി അദ്ദേഹം നൽകാൻ ശ്രമിക്കുന്നത്. നിങ്ങളൊക്കെ പ്രണയിച്ചിട്ടില്ലേ? ചില പ്രണയങ്ങളെങ്കിലും തകർന്നു പോയിട്ടില്ലേ? ആൻഡ് യു ബിക്കം സോ സാഡ്. അതിലും വലിയ ദുരന്തം എന്താണെന്നറിയോ? യു ലൂസ് യുവർ സെൽഫ് വർത്ത് ആസ് ലവ് ഫെയിൽസ്. യു ബിഗിൻ ടു ബ്ലെയിം യുവർ സെൽഫ്. എല്ലാം എൻ്റെ തെറ്റാണ്, എൻ്റെ കുഴപ്പമാണ്, അവൻ പറഞ്ഞതുപോലെ അവൾ പറഞ്ഞതുപോലെ എല്ലാം നമ്മളിങ്ങനെ ഏറ്റെടുക്കുകയാണ്, എൻ്റെ മാത്രം പിഴ. ഇങ്ങനെ സ്വയം മുറിവേൽപ്പിക്കാൻ ഒരുപക്ഷെ വിഷലിപ്തമായ ആ പഴയ ബന്ധങ്ങൾ, ആ ടോക്സിക് റിലേഷൻസ് നമ്മളെ പ്രേരിപ്പിക്കുന്നതാവാം, അവരെ പ്രേരിപ്പിക്കുന്നതാവാം. അവർക്ക് വേണ്ടിയാണ് ഈ കവിത. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ കവിത. This poem has healed hearts around the world. This might heal yours too. The time will come when, with elation, you will greet yourself arriving at your own door, in your own mirror, and each will smile at the other's welcome and say, "Sit here, eat." ദീർഘനാൾ കഴിഞ്ഞുള്ള മടങ്ങിവരവാണ് കവിതയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത്. ആര് എങ്ങോട്ടേക്കാണ് മടങ്ങി വരുന്നത്? നമ്മളിലേക്ക് തന്നെ. I've seen this in young people. Until one point of time in life, they aspire to be something that they really are not. അവരല്ലാത്ത എന്തൊക്കെയോ ആവാൻ വേണ്ടിയുള്ള ശ്രമം. അവനെ പോലെ ബുദ്ധിയുണ്ടായിരുന്നെങ്കിൽ, പഠിക്കുമായിരുന്നെങ്കിൽ, പൊക്കമുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞുള്ള ആഗ്രഹം. അല്ലെങ്കിൽ അവളെപ്പോലെ സുന്ദരിയായിരുന്നെങ്കിൽ, അവളെപ്പോലെ മുടിയുണ്ടായിരുന്നെങ്കിൽ, ഡാൻസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. So we aspire to be someone else. What happens is that we totally lose ourselves in others, or we lose ourselves in the expectations of others. ബാക്കിയുള്ളവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് വളരാൻ, മാറാൻ വേണ്ടി നമ്മളിങ്ങനെ കഠിന ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കും. ഇത് സ്നാപ്പ് ചെയ്യുന്നൊരു പോയിന്റ് ഉണ്ട്. when we realize that it is not possible. we can only be ourselves. നമുക്ക് നമ്മളായിരിക്കാൻ മാത്രമേ പറ്റൂ, മറ്റൊന്നും ആവാൻ പറ്റില്ല. നമ്മുടെ ഒരു സെൽഫ് വർത്ത് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മളിലേക്ക് മടങ്ങുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. ദിസ് ഇസ് നോട്ട് പോസിബിൾ എനിമോർ. ഈ ഒരു ഹാർഡ് വർക്ക്, മറ്റെന്തൊക്കെയോ ആവാൻ വേണ്ടിയുള്ള ശ്രമം, ഇതൊരു പാഴ്ശ്രമമാണെന്ന് തിരിച്ചറിയുന്ന ആ ഒരു മൊമെൻ്റ് ഉണ്ട്. ദെൻ അവിടെ വെച്ചാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അങ്ങനെ മടങ്ങി വരുന്ന നമ്മൾ എങ്ങനെ എതിരേൽക്കണമെന്നാണ് കവി പറയുന്നത്. ആഹ്ലാദത്തോട് യു ഹാവ് ടു വെൽക്കം ഹിം. വെൽക്കം യുവർ സെൽഫ് കമ്മിങ് ബാക്ക്. തിരിച്ചു വരുന്ന അവനെ ആഹാരം കൊടുത്ത് ഇരിക്കൂ, കഴിക്കൂ, അവൻ്റെ കൂടിയിരുന്ന് അവനെ കഴിപ്പിക്കണം. അവന് അത്ര വലിയ വിരുന്നൊരുക്കണം എന്നാണ് പറയുന്നത്. അതായത് നീ നിന്നെ സ്നേഹിച്ചു തുടങ്ങണം എന്നുള്ളതാണ് കവി ഉദ്ദേശിക്കുന്നത്. പൊയ് ബന്ധങ്ങളൊക്കെ വിടർത്തി അതൊക്കെ ഉപേക്ഷിച്ച് നിന്നെ സ്വയം സ്നേഹിച്ചു തുടങ്ങുന്നൊരു മൊമെൻറ്റ്, അതാണ് കാര്യം. യു വിൽ ലവ് അഗെയിൻ ദ സ്ട്രേഞ്ചർ ഹു വാസ് യുവർ സെൽഫ്. Give wine, give bread, give back your heart to itself, to the stranger who has loved you all your life, whom you ignored for another, who knows you by heart. അപ്പോഴാവും ആദ്യമായെന്ന പോലെ നീ നിന്നെ ശ്രദ്ധിക്കുന്നത്. നീ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അപരിചിതനായ ഒരാൾ. അവന് വീഞ്ഞും ഭക്ഷണവും മാത്രമല്ല, നിന്നെ എന്നും സ്നേഹിച്ചിരുന്ന, മനസ്സിലാക്കിയിരുന്ന അവന് നിന്റെ ഹൃദയം കൂടി പകുത്തു നൽകും. വാട്ട് യു ഗേവ് അതേഴ്സ് അണ്ടിൽ നൗ ഗിവ് യുവർ സെൽഫ്. ദിസ് ഇസ് ദ മൊമെൻ്റ് ഓഫ് ഫൈൻഡിങ് യുവർ സെൽഫ് വർത്ത്. നമുക്കൊരിക്കലും മറ്റൊരാളാവാൻ പറ്റില്ല, നമുക്ക് നമ്മളെ ആവാൻ പറ്റുള്ളൂ. ദി തിങ് ഈസ് ദാറ്റ് വി ഹാവ് ടു ബിഗിൻ ലവിങ് അവർ സെൽസ്. നമ്മളെ സ്നേഹിച്ച് തുടങ്ങണം. ടേക്ക് ഡൗൺ ദ ലവ് ലെറ്റേഴ്സ് ഫ്രം ദ ബുക്ക് ഷെൽഫ്, the photographs,
the desperate notes. Peel your own image from the mirror. Sit, feast on your life. Peel out all the leftovers from your old unreal love. Realize that the image that you see on the mirror is the only one who truly loves you. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരേ ഒരാൾ ആ കണ്ണാടിയിലുണ്ട്. പീൽ ഹിം ഔട്ട്, സിറ്റ് വിത്ത് ഹിം, ഫീസ്റ്റ് ഓൺ. അവനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനാണ് പറയുന്നത്, അവനെ ആനന്ദിപ്പിക്കാൻ. See, what you have read is not just a personal love poem. It's a political act as well. Self-love becomes political and also revolutionary when the world tells us that you're not enough. What does coming back to yourself mean for you? The time will come when, with elation, you will greet yourself arriving at your own door, in your own mirror, and each will smile at the other's welcome and say, "Sit here, eat." You will love again the stranger who was yourself. Give wine, give bread, give back your heart to itself, to the stranger who has loved you all your life, whom you ignored for another, who knows you by heart. Take down the love letters from the bookshelf, the photographs, the desperate notes. Peel your own image from the mirror. Sit, feast on your life.